ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് സിമ്പിളും ടേസ്റ്റിയുമായ ഒരു മസാല റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കപ്പ് ബസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് നല്ലപോലെ കഴുകി 20 മിനിറ്റ് കുതിർത്ത ശേഷം ഡ്രെയിൻ ചെയ്ത് വെക്കാം. അതിനെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് 80% വേവാകുമ്പോൾ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. റൈസ് അവിടെ ഇരുന്ന് തണുക്കുമ്പോഴേക്കും ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഒരു പഴുത്ത തക്കാളി കൂടി മുറിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചുകൊണ്ട് വരാം. ഇതൊരു വെറൈറ്റി റൈസ് ആണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. ദിവസവും ചോറ് കഴിച്ച് മടുക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ അരപ്പിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഈ അരപ്പും പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇതിൽ നമ്മൾ സോസുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതാണ് നമ്മുടെ റൈസിന്റെ മസാല. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയുള്ള കുക്കിങ്ങിന് ഫ്ലെയിം എപ്പോഴും ഹൈ ആയി വെക്കണം. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് ചെറുതായി വഴറ്റണം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 1/2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈ ആയി വെക്കാൻ മറക്കരുത്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സ്റ്റവിനടുത്ത് വെച്ച് വേണം നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ. സവാള ഒരു 30 സെക്കൻഡ് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, ഒരു 1/4 കപ്പ് ക്യാബേജും 1/2 കപ്പ് ക്യാപ്സിക്കവുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോവരുത്. ഒരു ക്രഞ്ചി ഫീൽ ഉണ്ടാവണം. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് ഈ റൈസും ഉണ്ടാക്കേണ്ടത്. ഒരു 3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. മക്കൾക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും അകത്ത് പോകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ റൈസ് കഴിക്കാൻ വേറെ കറിയൊന്നും ആവശ്യമായി വരില്ല. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റായി അറിയിക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ടൊമാറ്റോ മസാലയില്ലേ, അതിനിതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സോസുകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത്. വെജിറ്റബിൾസിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ആ റൈസ് ഇല്ലേ, അതിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എത്ര എളുപ്പമാണല്ലേ ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ ചെറുതായി മുറിച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുഴഞ്ഞു പോവരുത്. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റിയുമായ മസാല റൈസ് റെഡി ആയിരിക്കുകയാണ്. ഈ റൈസ് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം. അതില്ലെങ്കിലും നമുക്ക് റൈസ് മാത്രമായി കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് റൈസിന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാം. തംബ്നെയിലിന് ഫോട്ടോ വേണമല്ലോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.